ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്നൊരു കഫ്താൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ഈ സമ്മറിന് ഏറ്റവും കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നുന്നത് കഫ്താൻ നൈറ്റിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കട്ടിങ് പാർട്ടിലേക്ക് പോകാം. അതിനായി ഞാൻ ആദ്യം ന്യൂസ് പേപ്പറിലാണ് കാണിക്കുന്നത്. ഈ ന്യൂസ് പേപ്പർ ഒരു നൈറ്റി മെറ്റീരിയലായിട്ട് സങ്കല്പിക്കുക. നീളത്തിൽ ഇതുപോലെ ആയിരിക്കും നൈറ്റി മെറ്റീരിയൽ ഉണ്ടാവുക. ഇതേപോലെ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻറ്റും നമ്മുടെ നൈറ്റി മെറ്റീരിയലിൻ്റെ എൻഡ് പോയിൻറ്റും തമ്മിൽ ഇതുപോലെ വെച്ചുകൊണ്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിടാം. അതിന് ശേഷം വീതിക്ക് രണ്ടായിട്ട് ഒന്നും കൂടി മടക്കിയിടുക. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 3 ഇഞ്ചായി മാറും. ഇനി വൈഡ് നെക്കാണ് വേണ്ടതെങ്കിൽ 3 ഇഞ്ച് വരെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഇനി സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ നിന്ന് ഞാൻ ടോട്ടലായിട്ട് 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ്. അതിന് ശേഷം അവിടെ നിന്ന് താഴേക്ക് ആം ഹോളായിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. നോർമലി 7 ഇഞ്ചാണ് ഞാൻ എടുക്കുക. അതിനേക്കാൾ 1 ഇഞ്ച് ലൂസ് കൊടുത്ത് 8 ഇഞ്ചിൻ്റെ പോയിൻറ്റ് മാർക്ക് ചെയ്ത്. ഇവിടെ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് ലൈൻ വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രമാണ്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്നും ആം ഹോളിൻ്റെ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ആ പോയിൻറ്റിൽ നിന്ന് നമ്മുടെ ചെസ്റ്റ് ലൈൻ എത്രയാണോ, ചെസ്റ്റിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 8.5 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി ഞാൻ 9.5 ഇഞ്ചാണ് ചെസ്റ്റ് ലൈനായിട്ട് മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത്തായിട്ട് 14 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക. അവിടെ നിന്നും ഷേപ്പിൻ്റെ വിഡ്ത്തായിട്ട് 7.5 പ്ലസ് 1 ഇഞ്ചോട് കൂടി ഞാൻ 8.5 ഇഞ്ച് വിഡ്ത്താണ് മാർക്ക് ചെയ്തത്. അതിനുശേഷം ആ പോയിൻറ്റുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് മാക്സിമം വിഡ്ത്താണ് ക്ലോത്തിൻ്റെത് വേണ്ടതെങ്കിൽ മാക്സിമം വിഡ്ത്തിലേക്ക്, അതായത് എൻഡ് പാർട്ടിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഞാൻ ഇതേപോലെയാണ് ഷേപ്പ് ചെയ്തത്. അതിനുശേഷം നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്ത് അവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം താഴെ തൂങ്ങാതെ നിൽക്കാൻ വേണ്ടി 1.5 ഇഞ്ച് എൻഡിലൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും നെക്ക് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യുക. ഞാനിവിടെ ബാക്ക് 3.5യും ഫ്രണ്ട് 6 ഇഞ്ചും മാർക്ക് ചെയ്ത് അതൊന്ന് ബോക്സ് പോലെയാക്കി ഷേപ്പ് ചെയ്തെടുക്കുക. യു നെക്കാണെങ്കിൽ യു നെക്ക്, അല്ലെങ്കിൽ വി, ഏതാണോ നിങ്ങൾ കംഫർട്ടബിൾ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ആദ്യം നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യുക. ഇതേപോലെ ഒന്ന് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒന്നെങ്കിൽ ഇതുപോലെ ബാക്ക് പാർട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഓപ്പൺ ആക്കി ഇട്ടുകൊണ്ട് ഫ്രണ്ട് വേറെ ബാക്ക് വേറെ വരുന്ന വിധത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് മാത്രം കട്ട് ചെയ്തെടുക്കാം. ഏതാണോ ഈസി അത് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നെക്സ്റ്റ് താഴെ ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വരച്ച ഈ ലൈനൊന്ന് നമുക്ക് ഷാർപ്പ് ചെയ്തെടുക്കുക. ഇത് വെച്ചാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ട്രേസ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് നന്നായി കട്ടിയിലൊന്ന് വരച്ചെടുക്കുക. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ആ മാർക്കിങ് ഇപ്പുറം കൂടി കിട്ടുകയുള്ളൂ. അതിന് ശേഷം ഇതിപ്പോൾ പെന്നോട് വരച്ചിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് മാർക്കിങ് കാണുകയില്ല. ചോക്കിലാകുമ്പോൾ ഇവിടെ ഒരു മാർക്കിങ് വരും. അതൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പുറവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ക്ലോത്തിൽ എങ്ങനെ മാർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാൻ നേരത്തെ പേപ്പറിൽ കാണിച്ചതുപോലെ ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കി വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തിടുക. സെയിം പേപ്പറിൽ കാണിച്ചതുപോലെ തന്നെയാണ് മടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തന്നെ ടോട്ടലായിട്ട് നമുക്ക് 7 ഇഞ്ച് ഷോൾഡറിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം. അതിനുശേഷം നെക്കായിട്ട് നമുക്ക് ബാക്ക് നെക്ക് ഒരു 3.5 ഇഞ്ചും ഫ്രണ്ട് നെക്ക് ഒരു 6 ഇഞ്ചും മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ ഒരു ബോക്സ് പോലെ ആക്കി നമുക്കവിടെ നെക്കിൻ്റെ ഷേപ്പ് എന്താണോ വേണ്ടത് അത് വരച്ചെടുക്കുക. ഞാനിവിടെ ഒരു യു നെക്കാണ് വരച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വി നെക്കാണ് വേണ്ടതെങ്കിൽ അതൊന്ന് വരച്ചെടുക്കുക. ഇനി ഷോൾഡറിൻ്റെ പോയിൻ്റ് ഇട്ടവിടെ നിന്ന് നമുക്ക് ആം ഹോളായിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. നോർമലി ഞാൻ 7 ഇഞ്ചാണ് എടുക്കുക. അതിനേക്കാൾ 1 ഇഞ്ച് കൂട്ടി 8 ഇഞ്ച് ആം ഹോളിൻ്റെ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഇത് നമ്മുടെ ചെസ്റ്റ് ലൈൻ വരയ്ക്കാനുള്ള എളുപ്പത്തിനാണ് നമ്മളിത് മാർക്ക് ചെയ്യുന്നത്. ഇനി അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്യുക.
ചെസ്റ്റ് ഇവിടെ ഞാൻ 8.5 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി 9.5 ഇഞ്ചാണ് ചെസ്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്തായി 14 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ഷേപ്പിൻ്റെ വിഡ്ത്ത് 7.5 പ്ലസ് 1 ഇഞ്ച് 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ നിന്ന് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. 2 പോയിൻ്റ് കഴിഞ്ഞിട്ട് ആരും കൺഫ്യൂസ്ഡ് ആവണ്ട. നമ്മൾ ആദ്യം ഇട്ട പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെസ്റ്റ് ലൈൻ വരയ്ക്കാനുള്ള ഒരു മാർക്കിങ് നമുക്ക് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ ആം ഹോൾ മാർക്ക് ചെയ്തത്. രണ്ടാമത് കിട്ടുന്ന ചെസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ് നമ്മൾ ആം ഹോളായിട്ട് ശരിക്കും എടുക്കുക. ഇനി ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ഇതുപോലെ ആയിരിക്കും നമ്മുടെ മാർക്കിങ് വരാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം വിഡ്ത്ത് വേണമെങ്കിൽ തുണീൻ്റെ മാക്സിമം വിഡ്ത്തിലേക്ക് വരച്ചെടുക്കുക. നമ്മുടെ താഴത്തെ വീതി എന്ന് പറയുന്നത് ഒരു 15 ഇഞ്ചിലാണ് ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഫുൾ വീതി 16 ഇഞ്ചിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്തെടുക്കുക. അതെല്ലാം ഓരോ ആൾ ഇഷ്ടം പോലെ. ഇനി ഫുൾ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ച് താഴെ മടക്കിയടിക്കാൻ വേണ്ടി മാത്രം എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. 52 ഇഞ്ചാണ് എൻ്റെ ഫുൾ ലെങ്ത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുക ഇതേപോലെ. അതിന് ശേഷം ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. താഴെ തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഷേപ്പിങ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്യുക. 2 പീസും ഒരുമിച്ച് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പീസ് ഇതേപോലെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഫ്രണ്ട് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് താഴെ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ലൈനിലേക്ക് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതോടുകൂടി നമ്മൾ കട്ടിങ് പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഷേപ്പ് വരച്ചത് ഒന്ന് ഇപ്പുറത്തെ സൈഡ് കൂടി നമുക്കൊന്ന് വരച്ചെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഇത് നന്നായിട്ടൊന്ന് ഷാർപ്പ് ചെയ്ത് വരച്ചെടുക്കുക. ഇനി നമുക്ക് സെൻറ്ററിൽ നിന്ന് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിടുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആ മാർക്കിങ് നമുക്ക് ഇപ്പുറത്തെ സൈഡ് കൂടി കിട്ടുന്നതാണ്. ഈ ഷോൾഡറിൻ്റെ പോയിൻ്റ് കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഓപ്പൺ ചെയ്തിട്ട് ആ മാർക്കിംഗ് ഒന്ന് കട്ടിയായിട്ട് വരച്ചെടുക്കുക. ഒരു ലൈറ്റായിട്ട് ഇപ്പോൾ ക്യാമറയിൽ കാണുന്നത് പോലെയല്ല, കുറച്ചുകൂടി കട്ടിയായിട്ട് നമുക്ക് കിട്ടും. അതൊന്ന് അതിലേക്ക് കൂടി ഒന്ന് വരച്ചെടുക്കുക. നമുക്ക് ബാക്കി വന്ന പീസ് ഇത് മാത്രമാണ്. ഞാൻ നെക്കടിക്കാൻ വേറെ തന്നെ പീസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അവൈലബിളായ ഒരു പീസ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ ലെങ്ത്തായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 19 ഇഞ്ചും വിഡ്ത്തായിട്ട് ഒരു 17.5 ഇഞ്ചുള്ള ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിടുക. അതിനുശേഷം നമ്മുടെ നെക്ക് അതിന് മുകളിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് കറക്റ്റ് സെൻറ്ററിൽ വരുന്ന വിധത്തിൽ വെച്ചെടുക്കുക. ഇനി ഇതേപോലെ ഒന്ന് നെക്കിൻ്റെ ഷേപ്പിൽ നമുക്ക് ചുറ്റൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം വിഡ്ത്തായിട്ട് ഒരു 2 ഇഞ്ചും മാർക്ക് ചെയ്ത് എല്ലായിടത്തും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ക്രോസ് പീസ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും നെക്ക് തയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡിൽ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ നെക്കിൻ്റെ നല്ല വശവും ഈ പീസിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ച് ഇതുപോലെ പിൻ ചെയ്ത് ചുറ്റിലൊരു 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നെക്കിന് ചുറ്റിൽ ഇതേപോലെ ഇടവിട്ട് കട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നെക്ക് തയ്ക്കാനായി എടുത്ത പീസിലേക്ക് തയ്യൽ തുമ്പെല്ലാം ആ ഭാഗത്ത് വരുന്ന വിധത്തിൽ വെച്ചുകൊണ്ട് നമുക്കവിടെ ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കുക. ചുറ്റിലും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ആ പീസ് ഉള്ളിലാക്കിക്കൊണ്ട് നമുക്ക് നല്ല വശത്തേക്ക് നെക്കിനൊരു സ്റ്റിച്ച് കൊടുക്കുക. ഇതേപോലെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് വരിക. ഇനി ഞാൻ നെക്കിൻ്റെ ഈ ഒരു വശത്തായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്, ആ പീസ് ഒന്ന് ലെവലായി നിൽക്കുന്നതിന് വേണ്ടി. ഇനി ഹെമ്മിങ് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശമെങ്കിൽ അതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി നമുക്ക് താഴെ 1/2 ഇഞ്ചിലൊന്ന് മടക്കിയടിക്കുക. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത്
നമ്മളവിടെ കർവ് ചെയ്തുകൊണ്ട് അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചുളിവുകളില്ലാണ്ട് സാവധാനത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ 2 വശവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ഷേപ്പ്. അതിലേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ വരച്ച ലൈനിലേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. നമ്മുടെ ചെസ്റ്റ് ലൈൻ തുടങ്ങുന്ന പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തിനല്ലോ, അവിടെ നിന്ന് ഒന്ന് ലോക്ക് ചെയ്ത് തുടങ്ങുക. അതിന് ശേഷം ഈ ലൈനിലേക്കൂടി സ്റ്റിച്ച് ചെയ്ത് വരിക. ക്ലോത്ത് എല്ലായിടത്തും ഒരുപോലെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ ഇപ്പുറത്തെ സൈഡിലും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴെ എത്തുമ്പോഴും ലോക്ക് ചെയ്തെടുക്കുക. ഇനി താഴെ നിങ്ങൾക്ക് ചെറുതായി ഓപ്പണിങ് വേണമെന്നാണെങ്കിൽ താഴെ നിന്നൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് അവസാനിപ്പിച്ച് ലോക്ക് ചെയ്തെടുക്കുക. ഞാനിത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പുറത്തെ വശവും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതോടുകൂടി നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.